ഒരു തണുത്ത മഴയുള്ള രാത്രിയായിരുന്നു അത്. ആ പഴയ റെയിൽവേ സ്റ്റേഷനിൽ അവസാനത്തെ ട്രെയിനും സാവധാനം വന്നു നിന്നു. സ്റ്റേഷൻ ഏതാണ്ട് വിജനമായിരുന്നു. മനു എന്ന ഒരു ചെറിയ കാരറ്റ് ബോയ് മാത്രം ഇപ്പോഴും ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അവൻ ആലു എന്ന ചായക്കടക്കാരനെ സഹായിച്ചുകൊണ്ട് ചായ ഗ്ലാസുകൾ കഴുകുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ വിചിത്രമായ ഒരു സവാള മനുഷ്യനിൽ പതിഞ്ഞത്. നീളമുള്ള ശരീരം, കറുത്ത കോട്ട്, കയ്യിൽ പഴയൊരു കറുത്ത സ്യൂട്ട് കേസ്. അയാൾ ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു, ആരോ അയാളെ പിന്തുടരുന്നത് പോലെ. പെട്ടെന്ന് സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് മുഴങ്ങി. ആ മനുഷ്യൻ പെട്ടെന്ന് തിരിഞ്ഞു. അബദ്ധത്തിൽ സ്യൂട്ട് കേസ് ബെഞ്ചിനടുത്ത് ഉപേക്ഷിച്ചുപോയി. മനുവിന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിനു മുമ്പ് ട്രെയിനിന്റെ വാതിലുകൾ അടഞ്ഞു. മഴ നിറഞ്ഞ രാത്രിയിൽ ട്രെയിൻ അപ്രത്യക്ഷമായി. പക്ഷേ ഇപ്പോൾ വളരെ വൈകിപ്പോയിരുന്നു. മനു പതുക്കെ സ്യൂട്ട് കേസ് ഉയർത്തി. അതിന് നല്ല ഭാരമുണ്ടായിരുന്നു. അതിൽ പഴയ തുരുമ്പിച്ച ഒരു പൂട്ടുമുണ്ടായിരുന്നു. പേരില്ല, വിലാസമില്ല. ആലു ചായക്കടക്കാരൻ പേടിയോടെ പറഞ്ഞു, ഇത് തൊടണ്ട, ഇത് അപകടകരമായിരിക്കാം. പക്ഷേ മനുവിന്റെ ആകാംക്ഷ വർദ്ധിച്ചു വന്നു. ആ രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തകർന്ന മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ആ സ്യൂട്ട് കേസ് അവന്റെ അടുത്തിരുന്നു. സ്റ്റേഷന്റെ മേൽക്കൂരയിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്യൂട്ട് കേസിനുള്ളിൽ നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഭയപ്പെടുത്തുന്നതല്ല, ഒരു ചെറിയ സംഗീതം മുഴങ്ങുന്നതുപോലെ. അടുത്ത ദിവസം രാവിലെ മനു സ്യൂട്ട് കേസ് ശ്രദ്ധിച്ചു നോക്കി. ചെളിക്കടിയിൽ ചില വാക്കുകൾ എഴുതിയിരുന്നു. എന്റെ മകൾക്ക് വേണ്ടി. മനു പെട്ടെന്ന് നിശബ്ദനായി. ഇപ്പോൾ ആ സ്യൂട്ട് കേസ് അപകടകരമായി തോന്നിയില്ല, അത് സങ്കടം നിറഞ്ഞതായി തോന്നി. പല ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ രാത്രിയും മനു ആ നിഗൂഢനായ സവാള മനുഷ്യനെ കാത്തിരുന്നു. പക്ഷെ അയാൾ ഒരിക്കലും തിരികെ വന്നില്ല. പിന്നീട് ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ പഴയ പൂട്ട് തനിയെ പൊട്ടി. സ്യൂട്ട് കേസ് മെല്ലെ തുറന്നു. പക്ഷെ സ്വർണമോ പണമോ ആയിരുന്നില്ല അതിനുള്ളിൽ. പഴയ ചിത്രങ്ങൾ, കുട്ടികളുടെ ഡ്രോയിങ്ങുകൾ, സംഗീത റെക്കോർഡുകൾ, പഴയ കത്തുകൾ, പിന്നെ ഒരു സുവർണ മ്യൂസിക് മെഡലും. ഏറ്റവും താഴെ ഒരു പത്രത്തിന്റെ കട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ആ സവാള മനുഷ്യൻ ഒരു വലിയ സ്റ്റേജിൽ പാടുന്നത് കാണാമായിരുന്നു. തലക്കെട്ട് ഇതായിരുന്നു: പ്രശസ്ത ഗായകൻ അർമാൻ കുടുംബ ദുരന്തത്തിനു ശേഷം അപ്രത്യക്ഷനായി. മനുവിന്റെ കണ്ണുകൾ വിടർന്നു. ആ നിഗൂഢ യാത്രികൻ ഒരിക്കൽ ലോകപ്രശസ്തനായ ഗായകനായിരുന്നു. പിന്നീട് മനുവിന് മറ്റൊരു ചിത്രം കൂടി ലഭിച്ചു. ഒരു ചെറിയ സവാള പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അർമാന്റെ കൂടെ നിൽക്കുന്നു. ചിത്രത്തിന് പിന്നിൽ എഴുതിയിരുന്നു, മീര, വയസ്സ് 5. അപ്പോൾ മനുവിനെല്ലാം മനസ്സിലായി. ആ സ്യൂട്ട് കേസ് ഒരു നിധിയായിരുന്നില്ല, അത് ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ആ ദിവസത്തിനു ശേഷം മനു തെളിവുകൾ തിരയാൻ തുടങ്ങി. അവൻ യാത്രക്കാരോട് ചോദിച്ചു, പഴയ പത്രങ്ങൾ വായിച്ചു, സംഗീത കടകളിൽ പോയി. പതുക്കെ അവൻ സത്യം മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീകരമായ പ്രളയത്തിൽ അർമാന് തന്റെ ഭാര്യയെയും മകളെയും നഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും കരുതിയത് മകൾ മരിച്ചുപോയെന്നാണ്. പക്ഷേ ഒരു പഴയ ലേഖനത്തിൽ മനു വായിച്ചു, മീര എന്ന ഒരു സവാള യുവതി മറ്റൊരു നഗരത്തിൽ ഒരു ചെറിയ മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ടെന്ന്. മനു തന്റെ ചെറിയ സമ്പാദ്യമെല്ലാം ശേഖരിച്ചു. തനിയെ ട്രെയിനിൽ യാത്ര ചെയ്ത് ആ നഗരത്തിലെത്തി. അവസാനം അവൻ ആ ചെറിയ മ്യൂസിക് സ്കൂളിലെത്തി. അകത്തു ഒരു സവാള യുവതി കുട്ടികളെ പിയാനോ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മനു പതുക്കെ ആ പഴയ ചിത്രം അവളെ കാണിച്ചു. യുവതിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, ഇത് എന്റെ അച്ഛനാണ്. പ്രളയത്തിനിടയിൽ തന്നെ മറ്റൊരു കുടുംബം രക്ഷിച്ചതാണെന്ന് അവൾ പറഞ്ഞു. അവൾ വർഷങ്ങളായി തന്റെ അച്ഛനെ തിരയുകയായിരുന്നു, പക്ഷെ ഒരിക്കലും കണ്ടെത്താനായില്ല. അടുത്ത രാത്രി മനു വീണ്ടും അതേ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. മഴ പതുക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവസാനത്തെ ട്രെയിൻ വീണ്ടും സ്റ്റേഷനിൽ വന്നു നിന്നത്. പഴയ സവാള മനുഷ്യൻ താഴെ ഇറങ്ങി. അർമാൻ നിശ്ചലനായി നിന്നു. അയാളുടെ കയ്യിൽ നിന്ന് സ്യൂട്ട് കേസ് താഴെ വീണു. പിന്നെ പെട്ടെന്ന് ഇരുവരും പരസ്പരം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ നിമിഷം റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ശാന്തമായി. വർഷങ്ങൾക്ക് ശേഷം അർമാൻ ആദ്യമായി പുഞ്ചിരിച്ചു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്റ്റേഷനിൽ വീണ്ടും സംഗീതം മുഴങ്ങിത്തുടങ്ങി. തകർന്ന മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ അർമാൻ വീണ്ടും പാടുകയായിരുന്നു. അയാളുടെ അടുത്ത് മീര പുഞ്ചിരിച്ചുകൊണ്ടുണ്ടായിരുന്നു. ദൂരെ ചായക്കടയുടെ അടുത്ത് നിന്ന് മനു ഇതെല്ലാം നിശബ്ദമായി നോക്കി നിൽക്കുകയായിരുന്നു. ആലു ചായക്കടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്? മനു പതുക്കെ മറുപടി നൽകി, കാരണം നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പണത്തേക്കാൾ വിലപ്പെട്ടതാണ്.